SSLC ഹയർ സെക്കൻഡറി ക്രിസ്മസ് പരീക്ഷകളുടെ ചോദ്യപേപ്പർ ചോർന്ന സംഭവം സ്ഥിരീകരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ടോ വിദ്യാഭ്യാസ വകുപ്പ്? കുറ്റക്കാരെ എത്രയും വേഗം കണ്ടെത്തണമെന്ന് അധ്യാപക സംഘടനകളും വിദ്യാർത്ഥി സംഘടനകളും ഒക്കെ ഒരുപോലെ ആവശ്യപ്പെടുകയാണ്. വിഷയത്തിൽ അന്വേഷണം നടക്കുമെന്നുള്ള കാര്യം കൂടി വിദ്യാഭ്യാസ വകുപ്പ് അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സ്വകാര്യ യൂട്യൂബ് ചാനലിലൂടെ ചോദ്യങ്ങൾ പുറത്തായത്. +1 കണക്ക് പരീക്ഷയുടെയും SSLC ഇംഗ്ലീഷ് പരീക്ഷയുടെയും ചോദ്യങ്ങളായിരുന്നു ചോർന്നത്. 10,000-ലധികം ആളുകൾ ഈ വീഡിയോകളും കണ്ടിരുന്നു. പരീക്ഷയുടെ ചോദ്യങ്ങൾ അതേപടിയാണ് യൂട്യൂബ് ചാനലിൽ വന്നത്. ചോദ്യങ്ങൾ എങ്ങനെ ചോർന്നു എന്നതിൽ വ്യക്തതയില്ല. ഈ സംഭവമാണ് ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. SSLC ഇംഗ്ലീഷ് +1 ഗണിത പരീക്ഷകളുടെ ചോദ്യങ്ങൾ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മുമ്പ് യൂട്യൂബ് ചാനലുകളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ടതുമായി ബന്ധപ്പെട്ട് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ, സംസ്ഥാന DGP, സൈബർ സെൽ എന്നിവർക്ക് പരാതി നൽകും. ഇപ്പോഴുണ്ടായിരിക്കുന്ന അതീവ ഗൗരവമുള്ള സംഭവവികാസമാണ്. ഇക്കാര്യത്തിൽ കുറ്റവാളികളെ കണ്ടെത്തി നിയമത്തിന് മുന്നിൽ കൊണ്ടുവരും. അതേസമയം ചോദ്യപേപ്പർ എങ്ങനെ പുറത്തായി എന്ന് പരിശോധിക്കണം എന്ന ആവശ്യവുമായി അധ്യാപക സംഘടനകളും രംഗത്തെത്തി. ഇന്ത്യക്ക് തന്നെ മാതൃകയാണ് കേരളത്തിലെ പൊതുവിദ്യാഭ്യാസ മേഖല. അപ്പോൾ സ്വാഭാവികമായും ഈ ചോദ്യപേപ്പർ ചോർച്ച അതിനൊരു വലിയ കളങ്കം തന്നെ സൃഷ്ടിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകർക്കോ ചുമതലയുള്ള ഉദ്യോഗസ്ഥർക്കോ യൂട്യൂബ് ചാനലുമായി ബന്ധമുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി പറഞ്ഞു. പൊതുവിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ശ്രമിക്കുന്നവരും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്ന ആവശ്യവുമായി SFIയും KSUം രംഗത്തെത്തി. ജിബിൻ JB, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.